അപ്പം മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഒരു അച്ചാറാണ്, മറ്റൊന്നുമല്ല, മത്തി അച്ചാർ. ഇപ്പം ചെറിയ മത്തിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് അച്ചാറിടാൻ ഏറ്റവും നല്ലത് ചെറിയ മത്തിയാണ്. വലിയ മത്തിയേക്കാൾ നല്ല ചെറിയ മത്തിയാണ് നല്ലത്. അത് മൂത്ത് കിട്ടാനും അതിനകത്ത് മസാല പിടിക്കാനും ഒക്കെ ആയിട്ട് നല്ലത് ചെറിയ കുഞ്ഞുമത്തിയാണ്. അപ്പം കുഞ്ഞുമത്തി 1 കിലോ ഞാനിന്ന് വാങ്ങിച്ച് അച്ചാറിടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഞാനോർത്തത് അച്ചാറിട്ട് വെച്ചിരുന്നാൽ നമുക്ക് മീൻ ചിലപ്പോൾ 2 ദിവസത്തേക്ക് മീൻ മേടിക്കാതിരുന്നാലും നമുക്ക് അച്ചാർ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് അച്ചാർ കൂട്ടി നമുക്ക് ചോറ് കഴിക്കാനൊക്കെ. അപ്പം ഞാൻ നല്ലെണ്ണയ്ക്കകത്ത് വിനാഗിരി ഒന്നും ചേർക്കാതെ, ഞാനങ്ങനെ വിനാഗിരി ചേർക്കാറില്ല കേട്ടോ. നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ച് ഞാൻ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പം ഞാൻ മത്തി അച്ചാറിടാനായിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ്. ഈ ചെറിയ മത്തിയാണേ. അപ്പം ഞാനിത് കണ്ട കഴുകി ഇതിൻ്റെ തലയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ബ്ലഡൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് ഇതുപോലെ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ആദ്യം ഇത് അച്ചാറിടാനായിട്ട് ഇത് ഫ്രൈ ചെയ്യണമല്ലോ. ആദ്യം ഇത് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഇതിന് ഇച്ചിരി മസാല പുരട്ടണം. അതിനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ്ട് ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. സ്ട്രെയിനറിൽ വെച്ചിരുന്ന വെള്ളമെല്ലാം പോയതാണ്. നമുക്കിനി ഇതിനകത്തേക്ക് മസാല പുരട്ടണം. അതിനായിട്ട് ഞാൻ ഇതിങ്ങോട്ട് മാറ്റി കൊടുക്കുക, ഈ സൈഡിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പം നമ്മൾ മസാല പുരട്ടാനായിട്ട് ഇതിപ്പോൾ നമുക്ക് 1 കിലോ നമ്മൾ മീൻ മേടിച്ചെങ്കിൽ ഇത് 3/4 കിലോ ഉള്ളത്. അതുകൊണ്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. 1 ടീസ്പൂൺ അത് മതി. എരിവ് കൂടുതലായാലേ ശരിയാവത്തില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി കണക്കാക്കിയിട. 1.5 ടീസ്പൂൺ മതി, കാരണം നമുക്കിത് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയല്ലേ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വറക്കുന്ന മീനിനൊന്നും ആദ്യം ഉപ്പ് ചേർക്കരുത്. ഉപ്പ് ചേർത്താൽ ഉപ്പ് കഴിക്കും. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് ഞാൻ വിനാഗിരി ചേർക്കാതാണ് ഈ അച്ചാർ റെഡിയാക്കുന്നത്. വിനാഗിരി ഒഴിക്കത്തില്ല. അതിനായിട്ടൊരു ഇച്ചിരി പുളിക്ക്, മീനായതുകൊണ്ട് ഇച്ചിരി പുളി വേണമല്ലോ. അതുകൊണ്ട് പിഴുപുളി, വാളം പുളി ഞാനൊരു ചെറിയ പീസ് എടുത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അത് കുറച്ച് ഒഴിച്ചു കൊടുത്താണ് ഞാൻ ഇതൊന്ന് ലൂസാക്കുന്നത്. അപ്പം നമ്മുടെ മീനിന് പുളിയും കിട്ടും. അപ്പം ഞാൻ വിനാഗിരി ഒഴിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇതൊന്ന് ലൂസാക്കട്ടെ. ഇത് നമ്മുടെ ഈ മസാലയല്ലേ ഒന്ന് ലൂസാക്കുക. ഈ പുളിവെള്ളം കൊണ്ടാണ് ലൂസാക്കുന്നത്. അപ്പോൾ ഈ മീനിനൊരു പുളിയും കിട്ടും. നമ്മൾ പുളിയുള്ള മീനായതുകൊണ്ട് ഇച്ചിരി പുളി വേണമല്ലോ. അപ്പം നമ്മുടെ ആവശ്യത്തിന് ഇച്ചിരി പുളി ഒഴിച്ചോളൂ. ഇതങ്ങ് ലൂസാക്കുക. നമുക്കിത് ഈ മീനിനകത്തൊട്ടും വെള്ളമില്ല, നമ്മൾ സ്ട്രെയിൻ ചെയ്തെല്ലാം കളഞ്ഞതാണ്. അപ്പോൾ ഈ മീനിനകത്തോട്ട് അങ്ങ് പുരട്ടുകയാണ്. നമ്മുടെ കൈ കൊണ്ട് തന്നെ അങ്ങ് പുരട്ടുകയാണ്. കൈ കൊണ്ട് പുരട്ടിയാലേ നല്ല രീതിയിൽ നമുക്ക് എല്ലായിടും ഒന്ന് എത്തിപ്പെടത്തുള്ളൂ. സ്പൂണൊക്കെ ഇട്ട് എടുത്താലേ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയതൊക്കെ. കൂടുതൽ മസാല ചേർത്താലും നമ്മൾ എണ്ണയ്ക്കകത്ത് ഒക്കെ അങ്ങ് ആയിപ്പോവും. നമ്മൾ പച്ചെണ്ണയ്ക്കകത്താണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് വറുത്തെടുക്കുന്ന എണ്ണ കൊണ്ട് തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്നേരം ഇതിനകത്ത് കൂടുതൽ മസാല ആയാലും എണ്ണയ്ക്കകത്തെല്ലാം അങ്ങ് ആവും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്കിവിടെ വെച്ചേക്കാം കേട്ടോ. മസാലയും ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇതിനകത്ത്. നമുക്കിവിടെ ഇങ്ങനെ വെക്കാം, തത്തിപ്പൊത്തി വെക്കാം. നമ്മളിനി അച്ചാറിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളാണിതെല്ലാം. ഞാനൊരു വലിയ ഇഞ്ചി ഇതേ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചതച്ചെടുക്കുന്നതിൻ്റെ കാരണം ഈ ഗ്രേവിക്കകത്ത് ചേർന്ന് മീനിനകത്ത് അങ്ങ് ചേർന്നോളൂ. അല്ല ഇത് കഷ്ണം കഷ്ണമായിട്ട് കിടക്കത്തേ ഉള്ളൂ, നമ്മളെടുത്ത് കളയുകയും ചെയ്യും. ഇതാകുമ്പോൾ മൂത്ത് നമ്മുടെ മീനിൻ്റെ കൂടെ അങ്ങ് ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇതേ രീതിയിൽ ചതച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഈ ഗ്രേവിയുടെ കൂടെ ചേർന്ന് മീനിനകത്ത് അങ്ങ് ചേർന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് ഓരോന്നായിട്ട് കിടക്കും, പിടിച്ച് കിട്ടത്തില്ല. പിന്നെ ഒരു 5 പച്ചമുളകും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയാണ് നമ്മൾ അച്ചാറിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കറിവേപ്പിന്, മുളക് പൊടി, ഉലുവാപ്പൊടി, കായം, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മുടെ അച്ചാറിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം. അപ്പം മീൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളാണ് നല്ലെണ്ണയാണ് എടുക്കുന്നത്. 200 ഗ്രാമിൻ്റെ വീതം 2 കുപ്പിയാണ്
ഞാൻ 400 മില്ലിഗ്രാം എണ്ണ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പം നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നതും പിന്നെ അച്ചാർ ഇടുന്നതും എണ്ണ വെച്ചാണ്. കാരണം നമ്മൾ പിന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അത് എണ്ണയ്ക്കകത്ത് വെച്ചാൽ അപ്പോൾ 2 എണ്ണയാവും. അത് ഒരു സുഖമില്ല, നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നമാണ്. എണ്ണയും വെളിച്ചെണ്ണയും കൂടെ കൂട്ടിച്ചേർന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനങ്ങ് ഉപയോഗിക്കുകയാണ്. ഞാൻ പിന്നെ എണ്ണ കൊണ്ട് തന്നെയാണിത് ഫ്രൈ ചെയ്തതും അച്ചാറിടുന്നത്, എണ്ണ കൊണ്ട് മാത്രമാണ്. അപ്പം നമുക്കിത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് കുത്തി ഇളക്കാതെ ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞ് അടുത്ത സൈഡ് നമുക്ക് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. കുത്തി ഇളക്കേണ്ട ഗ്രേവി എല്ലാം ഇതിനകത്തോട്ടങ്ങ് വീണ് പോകും. ഞാനിപ്പോൾ 250 എണ്ണ ഒഴിച്ചുകൊണ്ട് പോകും. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണമേ. ഇപ്പോൾ ഒരു സൈഡ് മൂത്തില്ല, ഒന്ന് ഇളക്കി നടക്കണ്ടില്ലേ, തിരിച്ചിട്ട് നോക്കട്ടെ. മൂത്തില്ല, നന്നായിട്ട് മൂക്കണം ഇത് കേട്ടോ, അല്ലെങ്കിൽ മീൻ ചീത്തയായി പോകും. നമുക്ക് പിന്നെ അച്ചാറിട്ട് വെച്ചിരുന്ന ചീത്തയായി പോകുകൊണ്ട് നന്നായിട്ട് മൂക്കട്ടെ. അപ്പം നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇതാ കണ്ടില്ലേ, തന്നെ ഈ മീൻ നമുക്ക് ഓരോന്നോരോന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ പൊരിക്കുകയും അച്ചാറിടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. എണ്ണ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ്. വെളിച്ചെണ്ണയാകുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ കൂടുകയും ചെയ്യും. 2 ദിവസം കഴിഞ്ഞ് 2 ദിവസം വരെ ഇരിക്കുമ്പോഴത്തേനും അത് കേടാകുകയും ചെയ്യും. അത് തന്നെയല്ല, നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ കൂടുതൽ എണ്ണയ്ക്കകത്ത് വേണ്ട. അച്ചാറൊക്കെ ആകുമ്പോൾ പിള്ളേരൊക്കെ അങ്ങ് കൂട്ടും, അപ്പോൾ അവർക്കും കൊളസ്ട്രോൾ വരും, കുഞ്ഞുങ്ങൾക്കും കൊളസ്ട്രോൾ വരും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഏതച്ചാറും എണ്ണയ്ക്കകത്ത് ഇടുന്നതായിരിക്കും നല്ലത്. മീനായാലും ഇറച്ചിയായാലും വെജിറ്റബിൾ നമ്മൾ മറ്റുള്ള അച്ചാറിടുന്ന പിന്നെ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾ ആയാലും എല്ലാം നമ്മൾ എണ്ണയ്ക്കകത്ത് നല്ല എണ്ണയ്ക്കകത്താണ് അച്ചാറിടുന്നത് ഏറ്റവും ബെസ്റ്റ്. ഒന്നും വീണിട്ടില്ല, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മീനും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ മീനെല്ലാം കോരിയെടുത്ത് നമുക്കിനി ചട്ടി അടുപ്പ വെച്ച് ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം. ഞാൻ ഈ ഉരുളിക്കകത്താണ് ഇനി അച്ചാർ റെഡിയാക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. 100 ഗ്രാമോളോ എണ്ണയോളോ ഞാൻ ഒഴിക്കുന്നുണ്ട്. ബാക്കി നമ്മൾ അതുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഈ എണ്ണ ചൂടാകുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കും, കാരണം അത് ചൂടായിരിക്കുന്ന എണ്ണയല്ലേ. അപ്പോൾ ഈ എണ്ണ ചൂടായിട്ടുള്ളതിലേക്ക് നമുക്ക് ഈ നമ്മൾ വറുത്ത എണ്ണയും കൂടെ അങ്ങ് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കരി വീഴാതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കരിഞ്ഞത് തിളക്കട്ടെ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുവാണ്.
ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ ചതച്ച് വെച്ചിട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തു. അതൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കാരണം ഇഞ്ചിക്ക് ഇച്ചിരി മൂപ്പ് കൂടുതലല്ല, ഇഞ്ചിക്ക് വെള്ളവും ഉണ്ട്. അത് കിടന്നാലും നമ്മുടെ അച്ചാറൊക്കെ ചീത്തയാവും. അത് നന്നായിട്ട് മൂത്ത് ചേരണം അതിനകത്തോട്ടേക്ക്. അപ്പോൾ ഇഞ്ചി പകുതി മൂപ്പായപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ മുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ കിടന്നൊന്ന് മൂക്കട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് മൂക്കട്ടെ അവിടെ കിടന്നു. കണ്ടോ നമ്മുടെ ഇഞ്ചി എല്ലാം നല്ല മൂത്ത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ മീനിനകത്തങ്ങ് പിടിച്ചോളും, അല്ലെ മറ്റേ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കും. അന്നേരം അങ്ങ് പറക്കി കളയും. അപ്പോൾ നമ്മുടെ മീനിനകത്തങ്ങ് പിടിച്ചോളും. ഇഞ്ചിയും വെളുത്തുള്ളിയും മീനിനകത്ത് ഈ ഗ്രേവിക്കകത്തങ്ങ് ചേർന്ന് പിടിച്ചോളും. നമ്മളിനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുവാണ്, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കണക്കാക്കി നമ്മൾ കായം ചേർത്ത് കൊടുക്കുവാണ്. 1 ടീസ്പൂൺ കണക്കാക്കി കായം ഇട്ട് കൊടുത്തു. നമ്മളിനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ആണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുവാണ്. കണ്ടോ, എണ്ണയ്ക്കകത്ത് മുങ്ങി നിന്നാണ് ഈ അച്ചാർ റെഡിയാവുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് മുളക് പൊടി നന്നായിട്ട് മൂക്കണം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുവാണ്. നമ്മുടെ ഈ ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കുന്നതുകൊണ്ട് മുളക് നന്നായിട്ട് മൂത്ത് മണം വരുന്നുണ്ട്. നമ്മളിതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത്. ഉലുവാപ്പൊടി കൂടുതലായ കഴിക്കുവേ, 1/2 ടീസ്പൂൺ മതി. അപ്പോൾ നമ്മൾ ഇനി ഗ്യാസ് ഓൺ ചെയ്ത് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ മീനങ്ങ് എടുത്തിടുവാണേ. നമ്മുടെ ഇതെല്ലാം ഉണങ്ങിയ മൂത്തിട്ടുണ്ട്. നമ്മളിനി ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മീനിനകത്ത് ഉപ്പിട്ടതായിരുന്നു, നമ്മളിത് ഇട്ട് കൊടുക്കുക. നമ്മുടെ മീനിനകത്ത് ഈ അരപ്പെല്ലാം പിടിക്കണം. കണ്ടില്ലേ, നമ്മളിതിനകത്ത് എണ്ണയ്ക്കകത്ത് കിടന്നാണ് ഇത് കുതിർന്ന് പൊങ്ങുന്നതിന്. നമ്മൾ വിനാഗിരി ഒഴിക്കുന്നില്ല കേട്ടോ. നമ്മൾ അതിനാവശ്യത്തിന് എണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. നല്ലതുപോലെ ഫ്രൈ ആയ മീനുമാണ്. അപ്പോൾ ഇതിനകത്ത് കിടന്നൊന്ന് കുതിരട്ടെ. ഇനിയിപ്പോൾ ഈ എണ്ണ അങ്ങ് പറ്റും, ഈ മീനങ്ങ് കുടിച്ചെടുക്കത്തില്ലേ. അപ്പോൾ ഇതൊന്ന് കൂട്ടി ചേരണമല്ലോ. ഉപ്പ് നോക്കാം. ഒരു ലേശം ഉപ്പ് ഇട്ടുകൊടുക്കുക, 1 സ്പൂൺ ഉപ്പ്. അപ്പം നമ്മളിതിനകത്ത് വെള്ളവും ചേർക്കുന്നില്ല, വിനാഗിരിയും ചേർക്കുന്നില്ല. നമ്മുടെ ഇത് നമുക്ക് മാസങ്ങളോളം നമുക്ക് സൂക്ഷിച്ചു വെക്കത്തക്ക രീതിയിലാണ്. ഇതേ രീതിയിൽ അച്ചാറിട്ടാൽ മാസങ്ങളോളം നമ്മളെ ഈ മീൻ കേടാവാതിരിക്കും. നമ്മൾ ഇതിനകത്ത് വെള്ളവും ചേർത്തിട്ടില്ല, വിനാഗിരിയും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മത്തി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെള്ളമോ വിനാഗിരിയോ ഒന്നും ചേർത്തിട്ടില്ല. നല്ലെണ്ണയ്ക്കകത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ചൊക്കെ ഉടഞ്ഞുടഞ്ഞൊക്കെ പോയിട്ടുണ്ട്, എങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന് നമ്മൾ വേറെ പാത്രത്തിലോട്ട് പകരുന്നില്ല. ഇത് നമ്മൾ പകർന്നാൽ പിന്നെ കൈമാറി പോകും. നമ്മളിനി ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഗ്ലാസ് വാനിനകത്തോട്ട് സൂക്ഷിച്ച് വെക്കത്തേ ഉള്ളൂ കേട്ടോ.
ഇതിപ്പോൾ അധികം 1 കിലോ ഉള്ളതുകൊണ്ട് നമ്മൾ അധികം ദിവസമൊന്നും വെച്ചേക്കത്തില്ല, എങ്കിലും എണ്ണയ്ക്കകത്താണ് തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതിനകത്ത് വെളുത്തുള്ളി, നമ്മുടെ ഇഞ്ചിയെല്ലാം ഇതിനകത്ത് തന്നെ അങ്ങ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേവി കൂട്ടി ആയാലും ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ അച്ചാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സഹായിക്കണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.